എല്ലാവർക്കും സെമീനാസ് കുക്കറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഈവനിങ് സ്നാക്കായിട്ടാണ് വന്നിട്ടുള്ളത്. ചായ തിളക്കുന്ന നേരം കൊണ്ട് തന്നെ ബ്രെഡും തേങ്ങയും ഉണ്ടെങ്കിൽ നമുക്ക് സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ടേസ്റ്റിയായ സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 4 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇനി ഓരോ ബ്രെഡും നമുക്ക് ഇതുപോലെ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ട്രയാങ്കിൾ ഷേപ്പിലാണ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഓരോ ബ്രെഡും 4 ആയിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയാണ് ചേർക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. മധുരമൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. മറ്റൊരു ബൗളെടുത്ത് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഈ മുട്ട ചെറുതായതുകൊണ്ട് 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. വലിയ മുട്ടയാണെങ്കിൽ 1 എടുത്താൽ മതി. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയാണ് ചേർക്കേണ്ടത്. ഇവിടെയും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. ഏലക്കാപ്പൊടിക്ക് പകരം 1/2 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിയുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ചേർക്കുന്നത്. ഈ പാലിന് പകരം പാൽപ്പൊടി ഇതുപോലെ പാലിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. ഇനി ഇത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഓരോ ബ്രെഡ് പീസസും എടുത്തിട്ട് ആദ്യം മുട്ടയുടെ കൂട്ടിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഓവറായിട്ട് ഡിപ്പ് ചെയ്തെടുക്കരുത്, പെട്ടെന്ന് തന്നെ ഡിപ്പ് ചെയ്ത് അതിൽ നിന്ന് എടുക്കണം. മുട്ടയുടെ കൂട്ടിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ചിരകിയ തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും ഈ തേങ്ങ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇതേ രീതിയിൽ തന്നെ ബാക്കിയുള്ള പീസസും നമുക്ക് ഇതുപോലെ മുട്ടയിൽ മുക്കിയിട്ട് അതുപോലെ തേങ്ങയിൽ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ആദ്യം തന്നെ മുട്ടയിൽ മുക്കിയിട്ട് തേങ്ങയിൽ കവർ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇത് ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓവറായിട്ട് എണ്ണയൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇതിനുള്ള പാൻ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത്. നെയ്യോ ബട്ടറോ എടുക്കുന്നതാകും കൂടുതൽ നല്ലത്. ഇനി നെയ്യ് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഈ ബ്രെഡ് പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഓരോ വശവും നല്ല ബ്രൗൺ നിറമായി വരുന്നത് വരെ നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും. നമുക്ക് കൂടുതൽ സമയമൊന്നും ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഈ തേങ്ങയൊക്കെ ഇതിൽ നന്നായിട്ടൊന്ന് അതായത് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരു വശം മുരിഞ്ഞ് വരുന്ന സമയത്ത് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ മറ്റേ വശവും ഇതേ രീതിയിൽ തന്നെ ബ്രൗൺ നിറമായി വരുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നെയ്യൊക്കെ വേണമെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഈ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചായ തിളക്കുന്ന നേരം കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എടുത്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതേപോലെ വീണ്ടും ഈസി ആയിട്ട് റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതാണ്. താങ്ക്